നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വിജയപുരം പഞ്ചായത്ത് ആനത്താനം ഭാഗത്ത് കിണറുകളിലെ വെള്ളത്തിന് പച്ചനിറം. ആരോഗ്യവകുപ്പ് പരിശോധന തുടരുന്നു. 3 ദിവസം വെള്ളം ഉപയോഗിക്കരുതെന്ന് അധികൃതർ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പിണറായി വിജയന്റെ ഏജന്റെന്ന് കെ. സുരേന്ദ്രൻ. CMRL കമ്പനിയുടെ മാസപ്പടി സതീശനും കൈപ്പറ്റിയിട്ടുണ്ടാവുമെന്നും വിമർശനം. മാലിന്യമുക്ത നവകേരളം ശുചിത്വ സന്ദേശയാത്രയ്ക്ക് ജില്ലയിൽ തുടക്കം. ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തുന്നത് മഹത്തായ പ്രവർത്തനമെന്ന് മന്ത്രി VN വാസവൻ. വാർത്തകൾ വിശദമായി. വിജയപുരം ഗ്രാമപഞ്ചായത്ത് ആനത്താനം ഭാഗത്ത് കിണറുകളിൽ വെള്ളം കടും പച്ച നിറത്തിൽ കാണപ്പെട്ട സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. 3 ദിവസം നിറം മാറ്റമുണ്ടായ വെള്ളം ഉപയോഗിക്കരുതെന്ന് അധികൃതർ അറിയിച്ചു. ജലക്ഷാമം അനുഭവപ്പെടുന്ന ഇവിടെ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞാണ് വിജയപുരം ഗ്രാമപഞ്ചായത്തിലെ ആനത്താനം താഴ്വര ഭാഗത്തെ മാധവൻപിള്ള മെമ്മോറിയൽ കുടിവെള്ള സൊസൈറ്റിയുടെയും പരിസരത്തെ മറ്റ് 5 കിണറുകളിലെയും വെള്ളം പച്ച നിറമായത്. രാവിലെ മോട്ടോർ ഉപയോഗിച്ച് ടാങ്കിൽ ശേഖരിച്ചിരുന്ന വെള്ളത്തിന് നിറഭേദം ഉണ്ടായിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് കിണറുകളിലെ വെള്ളത്തിന് നിറമാറ്റമുണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളം അടിച്ചപ്പോഴത്തേക്കാണ് വെള്ളത്തിന് കളർ വ്യത്യാസം ഉണ്ടാകുന്നത്. അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കിന് രണ്ടിലും നല്ല കളർ വ്യത്യാസം, ടാങ്കിലെ വെള്ളത്തിന് നിറവ്യത്യാസം ഉണ്ടായി. അപ്പോൾ പിന്നെ ഞങ്ങൾ മെമ്പറെ അറിയിച്ചു. മെമ്പർ പെട്ടെന്ന് വരികയും പിന്നെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തതിന് ശേഷം വെള്ളം ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഉപയോഗിച്ചില്ല. പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വെള്ളിയാഴ്ച രാവിലെ സ്ഥലത്തെത്തി കിണർ വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചു. കൂടാതെ DMO ഓഫീസ്, ഭൂജല വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഫുഡ് ആൻഡ് സേഫ്റ്റി തുടങ്ങിയ വകുപ്പ് അധികൃതരും സ്ഥലത്തെ വെള്ളം പരിശോധിച്ചിട്ടുണ്ട്. 3 ദിവസത്തിനു ശേഷം മാത്രമേ പരിശോധനാ ഫലം ലഭിക്കുകയുള്ളൂ. നിറഭേദമുണ്ടായ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലക്ഷാമം രൂക്ഷമായ ഈ പ്രദേശത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ തീരുമാനിച്ചതായി വാർഡ് മെമ്പർ ലിബി മുളന്താനത്ത് പറഞ്ഞു. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പം വെള്ളത്തിൻ്റെ കളറിൽ പഴയ കളറിലേക്ക് തിരിച്ചു പോകുന്ന ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. രാവിലെ വെള്ളം ശേഖരിച്ച് ആരോഗ്യവകുപ്പ് വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ടീം വന്നിട്ടുണ്ട്. പരിശോധനകൾ നടക്കുന്നു. അപ്പോൾ കുടിവെള്ളം ഇല്ലാത്ത മേഖലയാണ്. കുടിവെള്ളത്തിന് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നൊരു മേഖല തന്നെയാണ്. അപ്പം ഈ ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത് റിസൾട്ട് വരാതെ, പരിശോധനാ ഫലം വരാതെ വെള്ളം ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. പഞ്ചായത്ത് ഇന്ന് തൊട്ട് ഇവർക്ക് പഞ്ചായത്തിൻ്റെ വെള്ളം അടിച്ചു കൊടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏജന്റെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പിണറായി വിജയന്റെ ഏജന്റെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് കർണാടകയിലേക്ക് കൊണ്ടുപോയത് വി.ഡി. സതീശന്റെ ബുദ്ധിയാണെന്നും സതീശനെ പോലെ നിർലജ്ജ മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള മാസപ്പടി കേസ് നിയമസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ നാണം കെട്ട പണിയെടുത്ത ആളാണ് വി.ഡി. സതീശൻ. നിങ്ങൾ എന്താ അത് ചോദിക്കാത്തത്? ഇത്രയും ലജ്ജാകരമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ രമേശ് ചെന്നിത്തല ഈ കേസിൽ കുറ്റാരോപിതനായിട്ടുള്ളതാണ്. അദ്ദേഹം പോലും പിണറായി വിജയന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു. പക്ഷേ ഈ വി.ഡി. സതീശനെ പോലെ ഇതുപോലെ ഇത്രയും നിർലജ്ജ മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന വേറൊരു പ്രതിപക്ഷ നേതാവില്ല. അദ്ദേഹം നിയമസഭയിൽ ഇത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി, അങ്ങേറ്റം പരിശ്രമിച്ചു. എന്നിട്ട് അയാൾ പറയുന്ന വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ? അയാൾ ഏജന്റാണ് പിണറായി വിജയന്റെ. അയാൾ പിണറായി വിജയന് വേണ്ടിയാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. വീണയ്ക്കെതിരായ കേസ് നിയമസഭയിൽ ചർച്ചയാകാതിരിക്കാൻ സതീശൻ ശ്രമിച്ചു. CMRL കമ്പനിയുടെ മാസപ്പടി സതീശന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് സംശയമുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കോട്ടയത്ത് പദയാത്രയുടെ ഭാഗമായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു കെ. സുരേന്ദ്രൻ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാലിന്യമുക്ത നവകേരളം ശുചിത്വ സന്ദേശയാത്രയ്ക്ക് കോട്ടയം ജില്ലയിൽ തുടക്കമായി. സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ പ്രചരണാർത്ഥം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിച്ച് നടത്തുന്ന ശുചിത്വ സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. അയ്മനം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി സർക്കാർ വിവിധ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളത്തിനായി ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തുന്നത് മഹത്തായ പ്രവർത്തനമാണെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സന്ദേശയാത്ര സഹായകരമാകും. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരംതിരിച്ച് കൃത്യമായി സംസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ ചെയ്തു വന്ന പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല നീക്കങ്ങളാണ് നമ്മൾ ലക്ഷ്യമിട്ടത്.
അതിൻ്റെ ഭാഗമായി ജനങ്ങളിൽ നല്ല അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ സന്ദേശയാത്ര. അപ്പോൾ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം, അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് എന്ന സന്ദേശം നമുക്ക് പൂർണ്ണമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒപ്പം ജൈവ മാലിന്യങ്ങളും ജൈവേതര മാലിന്യങ്ങളും തരംതിരിച്ച് നമുക്കത് കൃത്യമായി സംസ്കരിക്കാനും കഴിയുന്ന പൊതു സാഹചര്യം പരുവപ്പെടുത്തിയെടുക്കുകയാണ്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ്, ഐമനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കരീമഠം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ ടി.പി. ശ്രീശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനത്തിലും ശുചിത്വ സന്ദേശയാത്ര എത്തും. ഐമനം, തിരുവാർപ്പ്, അർപ്പൂക്കര, നീണ്ടൂർ, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലും ഏറ്റുമാനൂർ നഗരസഭയിലും ആദ്യ ദിനം സന്ദർശനം നടത്തി. ഫെബ്രുവരി 13-ന് നെടുങ്കുന്നം, കങ്ങഴ, വെള്ളാവൂർ, മണിമല, എരുമേലി, കോരിത്തോട്, മുണ്ടക്കയം പഞ്ചായത്തുകളിൽ യാത്രയെത്തും. 14-ന് കൂട്ടിക്കൽ, പാറത്തോട്, കാഞ്ഞിരപ്പള്ളി, ചിറക്കടവ്, എലിക്കുളം, പള്ളിക്കത്തോട്, വാഴൂർ പഞ്ചായത്തുകളിലും പല നഗരസഭയിലും എത്തും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇളംകുളം ശ്രീ മുത്താരമ്മൻ കോവിലിൽ അമ്മൻകുട മഹോത്സവം ആരംഭിച്ചു. വെള്ളിയാഴ്ച നടന്ന ഉച്ചക്കൊടയിൽ നിരവധി ഭക്തർ പങ്കാളികളായി. ശനിയാഴ്ച രാവിലെ പൊങ്കാലയും മഞ്ഞൾ നീരാട്ടും നടക്കും. ഇളംകുളം ശ്രീ മുത്താരമ്മൻ കോവിലിൽ അമ്മൻകുട മഹോത്സവം ആരംഭിച്ചു. രണ്ടാം ദിനമായ വെള്ളിയാഴ്ച രാവിലെ അവിട്ടം തിരുനാളിൽ എണ്ണക്കുടം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ഉച്ചക്കുട ചടങ്ങിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ഒത്തിരിയും ചെറിയ കാലം കഴിഞ്ഞ ഇത്തരം അത് തന്നെ പിന്നെയും വർദ്ധിക്കുന്നു. ഉത്സവ സമാപന ദിനമായ ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ പൊങ്കാലയും തുടർന്ന് മഞ്ഞൾ നീരാട്ടും നടക്കും. തുടർന്ന് ഗുരുതിക്ക് ശേഷം ക്ഷേത്രനട അടയ്ക്കും. 7 ദിവസങ്ങൾക്ക് ശേഷം ഈ മാസം 16-ന് നട തുറക്കും. അന്നേ ദിവസവും പൊങ്കാല നടക്കും. പുരാതന കാലം മുതൽ ദേവതാപ്രീതിക്കായി വർഷത്തിൽ 2 തവണ പൊങ്കാല വഴിപാട് നടത്തിപ്പോരുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുത്താരമ്മൻ കോവിൽ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരളത്തിൽ നിന്നും അയോധ്യയ്ക്ക് ആദ്യ ട്രെയിൻ പുറപ്പെട്ടു. ആസ്ഥ ട്രെയിനിന് കോട്ടയത്ത് BJPയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വെള്ളിയാഴ്ച രാവിലെ 10-ന് തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നാണ് അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രി ഒ രാജഗോപാൽ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. 20 കോച്ചുകളുള്ള ആസ്ഥ ട്രെയിനിൽ 972 യാത്രക്കാരാണ് ഉള്ളത്. അയോധ്യ യാത്ര BJPയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ടിക്കറ്റിനുള്ള പണം യാത്രക്കാർ തന്നെ നൽകണം. എന്നാൽ ഭക്ഷണം, താമസം, ദർശനം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ പാർട്ടിയാണ് ഒരുക്കുക. 12-ന് പുലർച്ചെ 2 മണിക്ക് ട്രെയിൻ അയോധ്യ സ്റ്റേഷനിൽ എത്തും. 13-ന് പുലർച്ചെ 12:20-ന് അയോധ്യയിൽ നിന്ന് തിരിച്ച് 15-ന് രാത്രി 10:45-ന് കൊച്ചുവേളിയിൽ എത്തും. 3300 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് നിരക്ക്. ട്രെയിനിന് വിവിധ സ്റ്റേഷനുകളിൽ BJP സ്വീകരണം നൽകി. കോട്ടയത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ എന്നിവർ ഉൾപ്പെടെ പ്രവർത്തകർ ട്രെയിനിന് സ്വീകരണം നൽകി. ശ്രീരാമനും കേരളവും തമ്മിൽ അത്രമാത്രം ഗാഢമായിട്ടുള്ള ബന്ധമുണ്ട്. മലയാളികളുടെ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ദൈവമാണ്, ഏറ്റവും ഒരു കുടുംബാംഗത്തെ പോലുള്ള ഒരു ദൈവമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. പ്രധാനമന്ത്രി ഇത്രയും ദൂരമുള്ള മലയാളികൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തതിന് ഞാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും അതുപോലെ ആദരണീയനായിട്ടുള്ള റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവിനെയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ശ്രീരാമ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നന്ദി പറയുകയാണ്. വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അയോധ്യയിൽ പോയി വരിക എന്നുള്ളത് ഇപ്പോൾ വിമാനത്തിലും മറ്റും പോയി അവിടെ താമസിച്ച് വരിക ഭക്തന്മാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വളരെയധികം നന്ദി ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക്, തീർത്ഥാടകർക്ക് പ്രധാനമന്ത്രിയോടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ പൂർത്തിയായതിന് പിന്നാലെ സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര സംഘടിപ്പിക്കുമെന്ന് BJP നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മാർച്ച് 25 വരെ ദിവസവും 1,00,000 പേരെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ എത്തിക്കാനാണ് യാത്ര ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ നിന്നടക്കം നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് 1000 പേരെയാണ് പങ്കെടുപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. വൈകുന്നേരം 5:30-ക്കാണ് കൊടിയേറ്റ്.
പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രം തിരുവുത്സവത്തിന് ഒരുങ്ങി. അഭീഷ്ടവരദായിനിയും ആശ്രിത വത്സലയുമായ പുതിയകാവിലമ്മയുടെ തിരുവുത്സവം ഫെബ്രുവരി 10 ശനിയാഴ്ച കൊടിയേറി കുംഭഭരണി ദിനമായ ഫെബ്രുവരി 15 സമാപിക്കും. ശനിയാഴ്ച വൈകിട്ട് 4:30 ചിറക്കടവ് വടക്കുംഭാഗം 679 നമ്പർ NSS കരയോഗത്തിൽ നിന്നും താളമേളങ്ങളുടെയും പഞ്ചാരിമേളത്തിന്റെയും അകമ്പടിയോടെ തൃക്കൊടി എഴുന്നള്ളിക്കും. തുടർന്ന് 5:30 ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലും മേൽശാന്തി മീനച്ചൽ കല്ലമ്പള്ളി ഇല്ലത്ത് വിശാഖ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലും കൊടിയേറും. ഫെബ്രുവരി 11 ഞായറാഴ്ച മുതൽ 14 തീയതി ബുധനാഴ്ച വരെ പകൽ 11 മണിക്ക് ഉത്സവ ബലിയും തുടർന്ന് ദർശനവും നടക്കും. 15 തീയതി വ്യാഴാഴ്ചയാണ് കുംഭഭരണി. അന്ന് പകൽ 11 കുംഭകുട നൃത്തവും അഭിഷേകവും നടക്കും. 2 മണിക്ക് ചിറക്കടവിലെ ആറാട്ടുകടവിലേക്ക് ദേവി ആറാട്ടിനായി പുറപ്പെടും. ആറാട്ടിന് ശേഷം വിവിധയിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി പുലർച്ചെ 1 മണിക്ക് ആറാട്ടുവരവ് എതിരേൽപ്പ് നടക്കും. തുടർന്ന് കൊടിയിറങ്ങും. തിരുവുത്സവ ദിനങ്ങളിൽ കലാവേദിയിൽ തിരുവാതിര, ഡാൻസ്, കണ്ണൻ ജി നാഥ് നയിക്കുന്ന ഭക്തിഗാനമേള, ലയവാദ്യസുധ, കഥകളി, നാടകം എന്നിവയും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നിക്ഷേപ സമാഹരണ യജ്ഞത്തിലൂടെ 15,000 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാൻ കഴിഞ്ഞതായി സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ. സഹകരണ അംഗ സമാശ്വാസ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഏറ്റുമാനൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ അംഗ സമാശ്വാസ പദ്ധതിയുടെ ജില്ലാതല സഹായ വിതരണ ഉദ്ഘാടനം ഏറ്റുമാനൂർ KNB ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സഹകരണ മന്ത്രി VN വാസവൻ നിർവഹിച്ചു. നിക്ഷേപക സമാഹരണ യജ്ഞം അവസാനിക്കാൻ 1 ദിവസം ബാക്കി നിൽക്കെയാണ് നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. 9,000 കോടി രൂപയാണ് ലക്ഷ്യമിട്ടിരുന്നത്. സഹകരണ മേഖലയ്ക്കെതിരെ പ്രചരണങ്ങൾ നടക്കുന്ന കാലത്താണ് ഇത്രയും തുക ലഭ്യമായത്. സമാശ്വാസ പദ്ധതിയിലൂടെ കോട്ടയം ജില്ലയിൽ 7 കോടി രൂപ വിതരണം ചെയ്തെന്നും മന്ത്രി പറഞ്ഞു. അംഗങ്ങളുടെ സമാശ്വാസ പദ്ധതിയുടെ 5ാം ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിൽ വിതരണം ചെയ്യുന്നത്. ഈ പദ്ധതിപ്പെടുത്തി ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ 7,62,55,000 രൂപ നമ്മൾ വിതരിച്ചു. ചെറിയ കാര്യം, ഇത് വലിയ ആശ്വാസം. ഈ സ്ഥലത്താണെങ്കിൽ ഒരാൾ മെമ്പറായാൽ ആ മെമ്പർക്ക് വായ്പ എടുക്കുകയോ വിഷയം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും ഗുരുതരമായ രോഗം ബാധിച്ചാൽ 500,000 രൂപ വരെ ചികിത്സാസഹായം കിട്ടുന്ന മറ്റൊരു സംവിധാനം മറ്റേത് ബാങ്കിലും. ദീർഘകാലം ഡയറക്ടർ അല്ലെങ്കിൽ പ്രസിഡന്റുമാരായി സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് ഗുരുതരമായ രോഗം ബാധിക്കുകയാണെങ്കിൽ സഹായം ലഭ്യമാക്കുന്ന സഹകാരിക്ക് ഒരു സ്വാതന്ത്ര്യം പദ്ധതിക്കും തുടക്കമിട്ടതായി മന്ത്രി പറഞ്ഞു. സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ KM രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മീനച്ചൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കൽ, വൈക്കം CCU ചെയർമാൻ P ഹരിദാസ്, കാഞ്ഞിരപ്പള്ളി CCU ചെയർമാൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരസഭയിൽ എന്റർപ്രണർഷിപ്പ് ഫെസിലിറ്റേഷൻ ക്യാമ്പയിൻ നടന്നു. ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു. നവസംരംഭകർക്ക് വിവിധ സർക്കാർ പദ്ധതികളെപ്പറ്റി കൃത്യമായ ദിശാബോധം നൽകുന്ന പരിപാടി എന്റർപ്രണർഷിപ്പ് ഫെസിലിറ്റേഷൻ ക്യാമ്പയിൻ പാലാ നഗരസഭയിൽ സംഘടിപ്പിച്ചു. നഗരസഭാ മന്ദിരത്തിലുള്ള മിനി കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടന്നത്. യോഗം ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു. ഇവർക്ക് ഈ പുതിയ സംരംഭം തുടങ്ങി എങ്ങനെയെങ്കിലും ഉന്നത നിലവാരത്തിൽ എത്തണം എന്നുള്ള മനസ്സോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഈ ട്രെയിനിങ്ങും ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ബാങ്കിലോട്ട് ഇവരെ പറഞ്ഞു വിടുമ്പോൾ അവിടെ നിന്ന് ഉണ്ടാകുന്ന രക്താനുഭവങ്ങൾ നമുക്ക് തിരിച്ചറിയാം. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി അധ്യക്ഷത വഹിച്ചു. മീനച്ചിൽ താലൂക്ക് വ്യവസായ ഓഫീസർ സിനോ ജേക്കബ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. സംരംഭകർക്ക് ലഭ്യമായ വിവിധ സർക്കാർ സ്കീമുകൾ, സേവനങ്ങൾ, സബ്സിഡി സ്കീമുകൾ എന്നിവ ക്യാമ്പയിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കൌൺസിലർമാരായ സാവിയോ കാവുകാട്ട്, ബിന്ദു മനു, മായ പ്രദീപ്, മറ്റു വാർഡ് കൌൺസിലർമാർ എന്നിവരും യോഗത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. KSRTC പെൻഷനേഴ്സ് യൂണിയൻ പാലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡിപ്പോയിൽ ധർണ നടത്തി. 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. തുടർച്ചയായ 2ാം ദിനമാണ് ധർണ നടത്തിയത്. യൂണിറ്റ് പ്രസിഡന്റ് MT സ്കറിയ, സെക്രട്ടറി PV രുക്മിണി, അഗസ്റ്റിൻ KJ തുടങ്ങിയവർ നേതൃത്വം നൽകി. KSRTCക്കാരുടെ ദയനീയമായ അവസ്ഥ ഇന്ന് ജനപ്രതിനിധികൾക്കും MLAക്കും ബാക്കിയുള്ള മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടു. അവരിൽ നിന്ന് ഒരു അഭിപ്രായം വന്നല്ലോ, നമുക്ക് പെൻഷൻ കിട്ടി ഇത്രയും നാളായി, നമ്മുടെ വേദന അവർ ഉൾക്കൊണ്ടുവന്നത് മനസ്സിലാക്കണം. മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതെ
അരി മേടിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് കേരളത്തിലെ ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ മേടിക്കുന്ന വിഭാഗക്കാരാണ് KSRTC-കാർ. കാരണം മറ്റുള്ളവർക്ക് കിട്ടുന്നതിൻ്റെ 1/3 ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. 10-12 വർഷം മുമ്പ് നടത്തിയ ശമ്പള പരിഷ്കരണം, അത് കഴിഞ്ഞിട്ട് പെൻഷൻ പരിഷ്കരണം, അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോഴും അത് മാത്രമേ ഉള്ളൂ, ഇന്നും കിട്ടിയിട്ടില്ല. അറിയിപ്പ്. ഭക്ഷ്യപൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ കീഴിൽ കോന്നിയിൽ പ്രവർത്തിക്കുന്ന കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ കോളേജ് ഓഫ് ഇൻഡിജിനസ് ഫുഡ് ടെക്നോളജിയിൽ മൈക്രോബയോളജി വിഭാഗത്തിൽ ലെക്ചറൽ തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷത്തേക്കാണ് നിയമനം. യോഗ്യത: മൈക്രോബയോളജിയിൽ 1-ാം ക്ലാസ് അല്ലെങ്കിൽ ഉയർന്ന 2nd ക്ലാസ്, ബിരുദാനന്തര ബിരുദവും 1 വർഷത്തിൽ കുറയാത്ത അധ്യാപന പരിചയവും, നെറ്റ്, PhD എന്നിവ അഭികാമ്യം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി 23. വിശദവിവരത്തിന് www.supplycokerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പാലാ നഗരസഭ വസ്തുനികുതി പ്യൂരിഫിക്കേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികളെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അഭിമുഖം 13-ന് പകൽ 11-ന് നഗരസഭ ഓഫീസിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളുമായി എത്തണം. കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ജില്ലാ അന്ധത നിവാരണ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി 16. വിശദവിവരത്തിന് ഫോൺ 048125627778. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജയപുരം പഞ്ചായത്ത് ആനത്താനം ഭാഗത്ത് കിണറുകളിലെ വെള്ളത്തിന് പച്ചനിറം. ആരോഗ്യവകുപ്പ് പരിശോധന തുടരുന്നു. 3 ദിവസം വെള്ളം ഉപയോഗിക്കരുതെന്ന് അധികൃതർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിണറായി വിജയന്റെ ഏജന്റ് എന്ന് K. സുരേന്ദ്രൻ. CMRL കമ്പനിയുടെ മാസപ്പടി സതീശനും കൈപ്പറ്റിയിട്ടുണ്ടാവുമെന്നും വിമർശനം. മാലിന്യമുക്ത നവകേരളം ശുചിത്വ സന്ദേശയാത്രയ്ക്ക് ജില്ലയിൽ തുടക്കം. ഹരിത കർമ്മസേനാംഗങ്ങൾ നടത്തുന്നത് മഹത്തായ പ്രവർത്തനമെന്ന് മന്ത്രി VN വാസവൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.